കേരളത്തിൽ പലയിടത്തു നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഹമാസിന് വേണ്ടി അവർ പലയിടത്തും പ്രാർത്ഥനകളും ദുആയി നടത്തുന്നു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയ്ക്ക് വേണ്ടി. ഇതിന് പ്രത്യേകിച്ച് ഇപ്പം നടത്താനുണ്ടായ കാരണം അവരുടെ മരണസംഖ്യ, അതായത് ഹമാസ് ഈ തീവ്രവാദികൾ ഏകദേശം 50,000-ന് മുകളിൽ കൊല്ലപ്പെട്ടു. ഈ സമയത്ത് ഇസ്രായേൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇസ്രായേൽ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുകയാണ്. ഒരു ഹമാസുകാരന് പോലും ഗാസയിൽ ഉണ്ടാകരുത്, അതിനുവേണ്ടിയുള്ള ക്ലീനിങ് പ്രോസസ്സിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ അത് കഴിഞ്ഞ് ഗൂഗിളിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹമാസ് അതേപോലെ തന്നെ മത തീവ്രവാദികൾ ലോകത്തിലെ നമ്പർ 1 പൊട്ടന്മാരാണ്. അതായത് ഇസ്രായേലിന്റെ കയ്യിൽ ഒക്കുപ്പൈ ചെയ്ത സ്ഥലം അവരവിടുന്ന് വെടിനിർത്തലിന്റെ ഭാഗമായി ചില ഭാഗങ്ങളിൽ നിന്ന് മാറിപ്പോയി. അത് ഉറപ്പായിട്ട് അമേരിക്കൻ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഹോസ്റ്റേജസിനെ കുറച്ച് പേരെ തിരിച്ചു കിട്ടണമായിരുന്നു. ഇപ്പൊ ഏകദേശ ധാരണയായി 56ഓളം ഇപ്പോൾ ഹമാസിന്റെ കയ്യിലുള്ള ഹോസ്റ്റേജസിൽ ഏകദേശം 10-16 പേരെ ഉള്ളൂ ജീവനുള്ളത്, ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ, നെഗോസിയേഷനും ഫോൾട്ടായിട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അമേരിക്കൻ പിന്തുണയോടുകൂടി ഇസ്രായേലി ആർമി, അതായത് ഗ്രൗണ്ട് ഓപ്പറേഷനും എയർ സ്ട്രൈക്കും അതിശക്തമായിട്ട് മുന്നോട്ട് പോയത്. ഇവിടെ കേരളത്തിന്റെ ഹമാസ് പിന്തുണക്കാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മൊസാദിനെ നേരത്തെ കളിയാക്കി, ഇസ്രായേലി ആർമിയെ നിങ്ങളെ കളിയാക്കി, നിങ്ങൾ പറഞ്ഞു അവർ തോറ്റു പിന്മാറി. ഒക്ടോബർ 8 ഇസ്രായേലിനെ പറ്റിയ അബദ്ധം തന്നെയാണ്, അഡ്മിറ്റഡ് ആണ്. പക്ഷെ പിന്നീടുണ്ടായ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഈ ഹമാസ് അല്ല, തീവ്രവാദികളുടെ വെടി അങ്ങ് തീർത്ത് കൈ കൊടുത്തു. പക്ഷെ അത് റീഗ്രൂപ്പ് ചെയ്ത് റീകാലിബറേറ്റ് ചെയ്ത് അതിന് കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായി. അപ്പോഴാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് അവർ പുതിയ സ്ട്രാറ്റജി തയ്യാറാക്കി. എങ്ങനെയായിരിക്കും വീണ്ടും അത് റീക്യാപ്ചർ ചെയ്ത് ഒരു ഹമാസുകാരൻ പോലും ജീവനോടെ ഇല്ലാതെ ഈ മറ്റുള്ള പാലസ്തീൻ ഹമാസുകാരെ മുഴുവനും വൈപ്പൗട്ട് എങ്ങനെ ചെയ്യും. ആ ഡീറ്റെയിൽഡ് പ്ലാൻ വളരെയധികം ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഇസ്രായേലി ഗവൺമെന്റും അമേരിക്കയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വീണ്ടും അവിടെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇതിനകത്ത് കേരളത്തിലെ ഹമാസിന്റെ പിന്തുണക്കാർ മനസ്സിലാക്കേണ്ടത്, അവർ ക്യാപ്ചർ ചെയ്ത ലാൻഡായിരുന്നു പല ഭാഗവും, ഹോസ്പിറ്റൽ എല്ലാവരും അവരുടെ കയ്യിലായിരുന്നു. ഖാൻ യൂനിസ്, അതേപോലെ റഫ എന്നൊക്കെ പറയുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ദുൽഖർ സൽമാൻ സേവ് റഫ, യഥാർത്ഥത്തിൽ അകത്തുള്ള സാധനം പെട്ടെന്ന് തികട്ടി വന്നു. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ കേരളത്തിലെ പല കലാകാരന്മാരും ഇവൻ്റെയൊക്കെ മനസ്സിനകത്തുള്ളത്. അൾട്ടിമേറ്റ് ആയിട്ട് ഈ പറയുന്ന മറ്റേ സാധനം കയറി വരും, മത തീവ്രവാദം. എന്താണ് ഇസ്രായേലിന് സംഭവിച്ചത് എന്നുള്ള കാര്യം നോക്കുന്നില്ല. എത്ര കുട്ടികളെയും സ്ത്രീകളെയും അതിക്രൂരമായിട്ടാണ് ഈ ഹമാസ് കൊന്നത്, അതിനെപ്പറ്റി മിണ്ടുന്നില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട സ്പെസിഫിക് ആയിട്ട് പോയിന്റ്, ഇസ്രായേൽ അവിടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിന്മാറിയപ്പോൾ അവര് ആശുപത്രി അവിടെ മുഴുവനും വിസിബിൾ അല്ലാത്ത ക്യാമറകൾ അങ്ങ് ഫിറ്റ് ചെയ്തു. അത് ത്രൂ സാറ്റലൈറ്റ് വഴി പോയിട്ട് വരുന്ന സംഭവം. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഈ ആഹ്ലാദവും സംഭവം നടക്കുന്നത്? ഈ ടെററിസ്റ്റുകൾ എവിടെയാണ് പോയി താമസിക്കുന്നത്? കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പെരുന്നാളാണ്, വലിയ നോമ്പാണ്, ഇവരെല്ലാം ഫാസ്റ്റിങ്ങിലാണ് പല ആൾക്കാരും. പക്ഷെ ചെയ്യുന്നത് ടെററിസം, അതാണ് അതിൻ്റെ അകത്ത് വിരോധാഭാസം. അപ്പോൾ ഇവരൊക്കെ പോയി ഇസ്രായേലി ആക്രമണം തടയുവാൻ വേണ്ടി ആശുപത്രിയിൽ പോകും, ടണലിൽ നിന്ന് വരും, ആശുപത്രിയിൽ പോകും. അപ്പം ആ സ്പെസിഫിക് ടൈം ഒരു കംപ്ലീറ്റ് ക്ലാരിഫൈ ചെയ്ത ശേഷം ഇത് ഉത്തര സമയമാകുമ്പം ഇസ്രായേൽ കൊണ്ട് ബോംബ് ചെയ്യും. അതേപോലെ തന്നെ ഈ പൊട്ടന്മാർ മനസ്സിലാക്കുന്നില്ല, ഇവർ ഈ നോയമ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് മുറിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടി ഒരുമിച്ച് കൂടും, അതിൻ്റെ മേളിൽ കൊണ്ട് ബോംബിടും. സോ ഇത് വാറാണ്. അതിനെപ്പറ്റിയുള്ള ധാരണയൊന്നുമില്ല. കാരണം അന്ധമായ മത തീവ്രത കയറി ഇവർ ഓരോ വിഡ്ഢിത്തരം കാണിക്കുന്നു. നേരത്തെ എങ്ങനെയാണ് അമേരിക്ക ISIS തകർത്ത്? ഇതേ സ്ട്രാറ്റജി ആയിരുന്നു. കാരണം ഈ ISISനകത്തുള്ള പല ആൾക്കാരെ അമേരിക്ക അതിനകത്ത് കൃത്യമായി ഇൻ്റലിജൻസ് എടുത്തു. ഈ നോയമ്പ് സമയത്ത് ഇവരെല്ലാം കൂടി ഒരുമിച്ച് കൂടും തീവ്രവാദികൾ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ പോകും, അവിടെ കൊണ്ടുപോകപ്പെടും.
അങ്ങനെ നോയമ്പ് കഴിഞ്ഞോടുകൂടി ISIS വെടിയൊക്കെ തീർത്തു കൊടുത്തു. അപ്പം ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ നോയമ്പ് കഴിയുന്നതോടുകൂടി ഈ ഗാസയ്ക്കകത്ത് ഒറ്റ ഒരു ഹമാസുകാരൻ ഉണ്ടാവത്തില്ല. അതായത് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതാണ് ആദ്യം പറഞ്ഞ് ഞങ്ങൾ ഈ നോയമ്പ് സമയത്ത് വെടിനിർത്തൽ തയ്യാറാണ്. അപ്പം ഇവർ വളരെ ആഹ്ലാദമായി, അങ്ങ് ഭയങ്കര ബഹളമായി. ഇവരൊക്കെ പിന്നെ ടണൽ ഉണ്ടാക്കാൻ തുടങ്ങി. പ്രത്യേക സമയം പ്രാർത്ഥന, എത്ര മണിക്ക് ഇവർ പ്രാർത്ഥിക്കും രാത്രിയിൽ, ആ സമയം നോക്കി ഒരു ബോംബ് ചെയ്തു. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഒരു പ്രൊഫഷണൽ സൈന്യത്തോടാണ് ഇവർ പോയി കളിക്കാൻ പോയത്. ഇവിടുന്നും കുറച്ച് ഇറാനിൽ നിന്ന് കുറച്ച് സാധനം പിടിച്ച് വരട്ടാൻ പോയി. ഇന്ന് ഹൂത്തികളുടെ സ്ഥിതി എന്തുവാ? അവരും ഇതേപോലെ പ്രയറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന സമയത്ത് കൂടുന്നു. ഇതൊരു രാജ്യത്തിൻ്റെ ഫുൾ ഫ്ലഡ്ജായിട്ടുള്ള മൈറ്റി ഫോഴ്സിനെയാണ് ഇവർ ചലഞ്ച് ചെയ്തേക്കുന്നത്. അവർ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് അതിനെ തൊലച്ച് നാശമാക്കി കളയും. അപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നോയമ്പ് കഴിയുന്നതോടുകൂടി ഈ ഗാസയ്ക്കകത്ത് ഒരു ഹമാസുകാരൻ പോലും ഉണ്ടാവത്തില്ല. അവരുണ്ടാക്കുന്ന പുതിയ ടണലിനകത്ത് ഇവർ പോകുന്നു. ആ ടണലിനകത്തോട്ട് കയറി പൊട്ടുന്ന ബോംബുകളൊക്കെ ആയി. ആ രീതിയിൽ ബോംബുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇവർ ഈ പറയുന്ന ഇപ്പം 2 ആഴ്ച കൊണ്ട് ഇവർ പറയുന്നത്, ഒരാഴ്ച കൊണ്ട് ഇവർ പറയുന്നത് ഏകദേശം 1000-ന് മുകളിൽ മരിച്ചു എന്ന്, കൊല്ലപ്പെട്ടു എന്ന്. കാരണം ഇവിടുത്തെ മീഡിയ 1 ചാനൽ അതിനെപ്പറ്റി വലിയ ആധികാരികമായിട്ട് 1000 ഒന്നുമല്ല, 1500, 1700. ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയാം, സിവിലിയൻസിൻ്റെ എണ്ണം കുറവാണ്. ഇത് തട്ടത് മുഴുവൻ ഈ ഹമാസുകാരെ. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേരളത്തിലെ സുഡാപ്പികൾക്ക് അടുത്തൊരു വാർത്തയുണ്ട്. ഇവർ ഈ ഹോസ്റ്റേജസിനെ റിലീസുമായിട്ട് സ്വാപ്പ് ചെയ്തല്ലോ. അതായത് പാലസ്തീൻകാരെയും ഇത്ര ഹമാസുകാരെയും വിട്ടു. അതിനകത്ത് പകുതി എണ്ണത്തെ ഇപ്പം തട്ടിക്കളഞ്ഞു. കാരണം ഇവർ ബോംബിങ്ങിൽ തട്ടി ദൂരെ കളഞ്ഞു. അതിനെപ്പറ്റി പുറത്ത് പറയാൻ ഹമാസിന് നാണക്കേട്. ഇവരെല്ലാം നോയമ്പുമായിട്ട് ഒരുമിച്ച് കൂടിയത്. ഇവരെ മുഴുവൻ തട്ടിയെടുത്ത് ദൂരെ കളഞ്ഞു. അതായത് ഇപ്പം നടക്കുന്ന ക്ലീനിങ്, എത്നിക് ക്ലീനിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഇപ്പം ഈ പറയുന്ന പെരുന്നാൾ കഴിയുമ്പം ഈ പാലസ്തീൻകാർ മുഴുവനും, അവിടെയുള്ള അവരും ഹമാസ് സപ്പോർട്ടേഴ്സ് മുഴുവനും ഈജിപ്തിൽ പോകും. അതിൻ്റെ അകത്ത് പല ആൾക്കാരും ചോദ്യം ചോദിച്ചു. ഏകദേശം 2 മില്യനാണ് ഈ ഹമാസുമായി ബന്ധപ്പെട്ട് ഈ ഗാസയിലുള്ള പോപ്പുലേഷനെ പറ്റി നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത്. അതിൻ്റെ അകത്ത് 500,000, അതായത് 5 ലക്ഷം ഈജിപ്റ്റ് എടുക്കുന്നു, 5 ലക്ഷം ഇവരെടുക്കുന്നു, ജോർദാൻ എടുക്കുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു ബാക്കി 10 ലക്ഷം അവിടെ പോയി. ഈ ബാക്കി 10 ലക്ഷം ഓൾറെഡി സെറ്റിൽഡാണ്. ഇതിനകത്ത് 3-4 ലക്ഷം പേര് ഈ ഗാസയുമായിട്ട് വാറ് തുടങ്ങിയ സമയത്ത് അവർ ഈജിപ്തിൻ്റെ ബോർഡർ കടന്നു പോയി. അപ്പോൾ അവരെ ലെബനനിലോട്ടും ഈ പറയുന്ന മറ്റുള്ളവരെ സിറിയയിലോട്ടും ആ ഭാഗത്തോട്ടൊക്കെ മാറ്റും. അതിനുവേണ്ടിയാണ് അനക്സേഷൻ കൂടുതൽ, ഈ കൂടുതലായിട്ട് ബഫർ സോൺ എടുത്തിരിക്കുന്നത് ഇസ്രായേൽ. കാരണം ഇവരെ അങ്ങോട്ടങ്ങ് സെറ്റിൽ ചെയ്യും. അപ്പം അതുമായിട്ടുള്ള ടോക്സ് നടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് US ഡയറക്റ്റായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവരുടെ ഏറ്റവും വലിയ അജണ്ടയാണ് ഈ സംഭവം എന്നേക്കുമായിട്ട് തീർക്കുക. ഇസ്രായേലിനെ വലിയൊരു രാജ്യമാക്കുക, സൂപ്പർ ഡൂപ്പർ പവറാക്കി ഒരു അമേരിക്ക പോലെ ഒരു സംഭവം മിഡിൽ ഈസ്റ്റിലുണ്ടാക്കുക. അതിന് UAE സൗദിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് പ്ലാനും ഫോർവേഡ് പ്ലാനും എല്ലാം വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടിയാണ് ഈ രാജ്യങ്ങൾ ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്, എങ്ങനെ പോകണം, എങ്ങനെ പോകണ്ട. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴും ഈ പറയുന്ന ഹമാസിൻ്റെ മറ്റുള്ളവർക്കൊക്കെ ഈ ഹൂത്തിയുമായിട്ട് ബന്ധപ്പെട്ട യമൻ്റെ ഭാഗവും പിടിച്ച് കൈ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടെ അവിടെ കിടന്ന് ഒരുമിച്ച് അടിച്ചങ്ങ് ചാവട്ടെ. കാരണം ഇവർക്കൊക്കെ താല്പര്യമാകുന്നില്ല. ദിവസവും വാർ നടത്തുക, കൊല്ലുക, എന്നിട്ട് സ്വർഗത്തിൽ പോവുക. ഇതിനകത്ത് ഈ ആരിഫ് പറഞ്ഞ പോലെ ഇപ്പോൾ ഹൂറികൾക്ക് പാഡ് ഇടാൻ നേരമില്ലാതായി. ആ രീതിയിലാണ് ഓരോ ദിവസത്തെയും പോക്കുകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അത്രമാത്രം ഹൂറികളെ ഇവിടെ കൊണ്ടുവരും. അതിനുവേണ്ടി കേരളത്തിലെ സുഡാപ്പികൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഹമാസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇത്രമാത്രം അവിടെ സ്വർഗത്തിൽ പോകുമ്പോൾ, ഈ ഹൂറികൾക്ക് ഇത്രമാത്രം എൻഗേജ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അതിനൊരു സൊല്യൂഷനും കൂടെ, അതിനുവേണ്ടി കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതായിരുന്നു. ഞാനിത് തമാശയായിട്ട് കണക്കാക്കണ്ട. കാരണം നിങ്ങൾ ഭീകരവാദികൾക്ക് വേണ്ടി പ്രയർ നടത്തുന്നു, ദുആ നടത്തുന്നു, അവർക്ക് വേണ്ടി അവർ മരിച്ച ശേഷമുള്ള സംഭവം നടത്തുന്നു. ഇപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, അതിൻ്റെ അകത്ത് ഒരു മൈനോറിറ്റിയുടെ വലിയൊരു വിഭാഗം ആൾക്കാരെ മത തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമ്പോൾ ബാക്കിയുള്ള ഞങ്ങളൊന്നും ഇത് ഫൂളല്ലെന്ന് തലയ്ക്കകത്തിടുക.
ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും അറിയാം. അത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അത് ജനാധിപത്യത്തോടുകൂടി ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് വരാനുള്ള ഇലക്ഷനിൽ കണ്ടോണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്, അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. അപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിക്കുന്നു.